നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനം ഒരു ചിന്ത. 1-ാം ക്ലാസ് മുതൽ ബിരുദം വരെ പഠിച്ചിറങ്ങുമ്പോൾ നമുക്ക് പ്രായം 20. എന്നിട്ടും ആ പഠിച്ചിറങ്ങുന്ന യുവതലമുറ എവിടെ എത്തി നിൽക്കുന്നു? അതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. കഴിഞ്ഞ 15 വർഷം കൊണ്ട് സ്മാർട്ട് ഫോൺ നമ്മൾക്കിടയിലുണ്ടാക്കിയ വിപ്ലവം നമുക്കറിയാം. അത് നമ്മളെയും നമ്മുടെ ജീവിതത്തെയും നമ്മുടെ സമൂഹത്തെയും ഒരുപാട് മാറ്റിമറിച്ചിട്ടുണ്ട്. അതിനനുപാതികമായി നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനം മാറിയോ? ഇന്നും ആ പഴഞ്ചൻ രീതിയിൽ തന്നെയല്ലേ നിൽക്കുന്നത്? അതാണ് നമ്മൾ ഇന്നിവിടെ ഒരു ചെറിയ ഉദാഹരണ സഹിതം നമുക്ക് ചർച്ച ചെയ്ത് നോക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് മനസ്സിൽ ചിന്തിച്ചു തോന്നുന്ന വിഷയങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. എനിക്കും ഇതുപോലെ ഒരുപാട് തവണ എൻ്റെ മനസ്സിൽ ഇങ്ങനെയുള്ള ചിന്തകൾ വരാറുണ്ട്. പക്ഷേ അപ്പോഴൊന്നും അത് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കണമെന്ന ചിന്തയൊന്നും ഉണ്ടാവാറില്ല. നമ്മുടെ ഫ്രണ്ട്സിനിടയിൽ നമ്മളത് ഡിസ്കസ് ചെയ്യും. അത് വിട്ട് നമ്മൾ എല്ലാ ദിവസത്തെയും പോലെ ആ ദിവസവും കടന്നു പോകും. അപ്പോൾ എനിക്ക് തോന്നി ഈ കാര്യങ്ങളൊന്ന് ഒരു വീഡിയോ ആയി നിങ്ങൾക്ക് മുന്നിൽ പങ്കുവെച്ചാൽ അത് നല്ലതല്ലേ എന്ന്. നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസ സംവിധാനം 1 മുതൽ 10-ാം ക്ലാസ് വരെ, പിന്നെ +1, +2, പിന്നെ 3 വർഷത്തെ ബിരുദം, ഏകദേശം 20 വർഷം നമ്മൾ നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സമയം നമ്മൾ വിദ്യാഭ്യാസത്തിനാണ് മാറ്റിവെക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യൻ എല്ലാ കാലവും ഉയർന്നു വന്നിട്ടുള്ളതും. വീണ്ടും വീണ്ടും മനുഷ്യൻ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അതിന് കാരണം അവൻ്റെ ജീവിതത്തിൻ്റെ 20% അടുത്ത്, ഇപ്പോഴത്തെ ജീവിത ആയുസിൻ്റെ ശരാശരി നോക്കുകയാണെങ്കിൽ 20-നേക്കാൾ കൂടുതലുണ്ടാവും, നമ്മൾ വിദ്യാഭ്യാസത്തിനും പഠിക്കാനായി മാറ്റിവെക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യൻ വീണ്ടും വീണ്ടും വളർന്നുകൊണ്ടിരിക്കുന്നത് മറ്റു ജീവജാലങ്ങളെ അപേക്ഷിച്ച്. പക്ഷേ കാലാനുസൃതമായ ഒരു മാറ്റം നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തിന് വന്നിട്ടുണ്ടോ എന്ന് നിങ്ങളുടെ ജീവിതത്തിലൂടെയും നമ്മുടെ സമൂഹത്തിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിലൂടെയും ഒന്ന് ഒത്തുനോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഞാനൊരു ഉദാഹരണം പറയാം. 20 വർഷം വിദ്യാഭ്യാസം പൂർത്തിയാക്കി പുറത്തിറങ്ങുന്ന ഒരു തലമുറ ഒന്ന് റോഡിലിറങ്ങി ഒരു ആക്സിഡൻറ്റ് പറ്റിയാൽ അതിൻ്റെ ഇൻഷുറൻസിൻ്റെ ഫോർമാലിറ്റീസ് എന്താണ്? അതിൻ്റെ പോലീസ് ഫോർമാലിറ്റീസ് എന്താണ്? എന്താണ് അതിൻ്റെ തുടർ നടപടികൾ? ഇതിനെക്കുറിച്ചൊന്നും ഒരുവിധം ആൾക്കാർക്കാർക്കും അറിവില്ല. നമ്മൾ ഇന്നത്തെ ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിവുണ്ടെങ്കിൽ അത് ഡിഗ്രിയോ കോളേജിലോ +2-ലോ 10-ാം ക്ലാസ്സിലോ പോയി പഠിച്ചിട്ടുണ്ടാക്കിയ നോളജല്ല. അതിന് ശേഷം അവർ ഇടപഴകുന്ന ആളുകളിലൂടെയും അവർ ഒരു സാഹചര്യം നേരിടുമ്പോൾ അത് എങ്ങനെ മനസ്സിലാക്കിയെടുക്കണമെന്ന് ആലോചിച്ച് അവർ പരസ്പരം സംസാരിച്ചും ഇൻഫർമേഷൻ ഷെയർ ചെയ്തും അവർ നേടിയെടുത്ത അറിവാണ്. വേറൊരു എക്സാമ്പിൾ പറയാം. നിങ്ങളെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്കൊരു സ്വത്ത് തർക്കമുണ്ടായി, അല്ലെങ്കിൽ ഒരു അടിപിടി കേസുണ്ടായി. ഇപ്പോഴും പലർക്കും അറിയില്ല അത് ഏത് തരം കേസാണ്. ക്രിമിനൽ ആണോ, സിവിൽ കേസാണോ? ക്രിമിനൽ കോടതിയുണ്ട്, സിവിൽ കോടതി വേറെയുണ്ട്. ഒരു കോടതിയിൽ നമ്മൾ എങ്ങനെയാണ് നമ്മളൊരു കേസ് പ്രൊസീജിയർ മുന്നോട്ട് കൊണ്ടുപോവുക? ഇങ്ങനെ ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ ദൈനംദിനം നേരിടുന്ന ഒരുപാട് കാര്യങ്ങൾ അറിയാതെയാണ് 20 കൊല്ലം നമ്മൾ വിദ്യാഭ്യാസം സ്വീകരിച്ച് നമ്മൾ പുറത്തേക്ക് എത്തുന്നത്. അതിനേക്കാൾ ഉപരി വേറൊരു കാര്യം കൂടെ എനിക്ക് നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തെക്കുറിച്ച് ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഇന്ന് പഠിച്ചിറങ്ങുന്ന സമൂഹത്തിന്
നഷ്ടപ്പെടുന്ന ഒരു എത്തിക്സ്, ജീവിതത്തിൽ പാലിക്കേണ്ട എത്തിക്സ്, അത് കൈമോശം വന്ന ഒരു തലമുറയാണ് നമ്മൾ ഇന്ന് വാർത്തെടുക്കുന്നത്. സത്യം പറയണമെന്നും സത്യമാണ് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നും മറ്റുള്ളവരെ ചതിച്ച് ഒന്നും നേടാൻ പാടില്ല എന്നും നമ്മൾ വളർന്നു വരുന്ന തലമുറയെ പഠിപ്പിക്കുന്നില്ല. ഏത് രീതിയിലും എങ്ങനെയും പണം സമ്പാദിക്കാം അല്ലെങ്കിൽ സമ്പാദിക്കണം എന്നുള്ള ഒരൊറ്റ മോട്ടീവോട് കൂടിയാണ് നമ്മുടെ പുതുതലമുറ ഇന്ന് വളർന്നു വരുന്നത്. അതിൻ്റെ അപകടം ചെറുതല്ല, വലുതാണ്. ഒരാൾ പറ്റിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ സത്യസന്ധതയോടെ ജീവിക്കുന്ന ഒരാൾ ആ സമൂഹത്തിൽ ഒന്നുമല്ലാതായി മാറുമ്പോൾ കുടിലതയും കൗശലവും മറ്റൊരാളെ പറ്റിക്കുന്നതുമായ പലരും ഈ ലോകത്ത് വളർന്നു വരുമ്പോൾ അത് കണ്ടു വളരുന്ന ഒരു സമൂഹം തീർച്ചയായും അവൻ്റെ എത്തിക്സും അവൻ്റെ രാഷ്ട്രീയ ബോധവും അവൻ്റെ സത്യസന്ധതയും കാറ്റിൽ പറത്തിക്കൊണ്ട് അവനും അങ്ങനെ ആവാൻ പ്രേരിപ്പിക്കപ്പെടുകയാണ്, അല്ലെങ്കിൽ അവനും അങ്ങനെ ആകപ്പെടുകയാണ്. നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തിലെ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ, അതിന് എന്തു മാറ്റം വേണമെന്ന് നിങ്ങൾക്ക് കമൻറ്റിലൂടെ രേഖപ്പെടുത്താം. ഈ വീഡിയോ ചിലപ്പോൾ പലരും കാണുന്നുണ്ടാവാം. നിങ്ങളുടെ അഭിപ്രായം ഇതുപോലെ എന്നെപ്പോലെ നിങ്ങളും ചിന്തിച്ചിട്ടുണ്ടാവാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക. എൻ്റെ കമൻറ്റിലൂടെ മറ്റുള്ള പലരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ വായിച്ച് അവരും അത് ശരിയാണോ തെറ്റാണോ എന്ന് വിലയിരുത്തട്ടെ. 2 കാര്യങ്ങളോട് പറഞ്ഞ് ഈ വീഡിയോ അങ്ങ് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. ഇതൊരു ചെറിയ കാര്യമല്ല. 10 മിനിറ്റും അരമണിക്കൂറും സംസാരിച്ചാലും തീരാത്ത വലിയൊരു സബ്ജക്റ്റാണ്. പക്ഷേ ഒരുപാടൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇത്ര ചെറിയ കാര്യങ്ങൾ ഞാൻ പറയുന്നു, ബാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ളത് പറയാം. 2 കാരണങ്ങൾ കൊണ്ടാകാം നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ ഇനിയും മാറ്റം വരുത്താത്തത്. ഗാന്ധിജി എത്രയോ വർഷങ്ങൾക്ക് മുന്നേ പറഞ്ഞിട്ടുണ്ട്, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഉയർച്ചയ്ക്ക് ആവശ്യമെന്ന്. അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ഇന്നുവരെ ഒരു വിദ്യാഭ്യാസ മന്ത്രിക്കും പറ്റിയിട്ടില്ല. കുറേ കാണാപ്പാഠം പഠിക്കുന്നതും ഇംഗ്ലീഷ് പഠിക്കുന്നതും മാത്രമാണ് വിദ്യാഭ്യാസം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് നമ്മുടെ ഗവൺമെൻറ് ജോലി പോലും നൽകുന്നത്. കുറേ കാണാപ്പാഠം പഠിച്ച് ഹിസ്റ്ററിയും പൊളിറ്റിക്സും സയൻസും കാറ്റഗറി തിരിച്ചുള്ള കുറേ കാര്യങ്ങൾ പഠിച്ച് പരീക്ഷ എഴുതിയുന്നവനാണ് ഇന്ന് ഗവൺമെൻറ് ജോലിയുള്ളത്. നമുക്കറിയാം, നമ്മൾ ഈ 20 കൊല്ലം പഠിച്ച് ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന ഒരു വ്യക്തി അവൻ്റെ ഈ പഠനം കൊണ്ട് ഒരിക്കലും നമ്മുടെ ഈ സമൂഹത്തിൽ ബിസിനസ് കൊണ്ട് നടത്താൻ കഴിയില്ല എന്നതൊരു റിയലിസം യാഥാർത്ഥ്യമാണ്. ഇന്ന് ബിസിനസ്സിൽ വിജയിച്ച എല്ലാവരും അവരുടെ ലൈഫിൽ നിന്ന് നേടിയെടുത്ത കാര്യങ്ങളിലൂടെ അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് വിജയിച്ചു വന്നവരാണ്. അല്ലാതെ വിദ്യാഭ്യാസത്തിലൂടെ ഒരു ബിസിനസ്സിനെ കുറിച്ച് ഒന്നും നമ്മുടെ സമൂഹത്തിൽ പഠിപ്പിക്കുന്നില്ല. നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനം തന്നെ ഒരാൾക്ക് അടിമവേല ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. നിങ്ങളെ ജോലിക്കാരനാക്കാൻ വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസമാണ് നമ്മൾ നൽകുന്നത്. അപ്പോൾ കൂടുതലൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക. 2 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം. 2 കാര്യങ്ങൾ. ഒന്ന്, നിങ്ങൾ നിയമം പഠിച്ചാൽ നിങ്ങൾ നിയമത്തെ ചോദ്യം ചെയ്യും. അപ്പോൾ പ്രബുദ്ധരായ ഒരു സമൂഹം ഉണ്ടാവാൻ പാടില്ല.